Hello, welcome back to Ledino. So, നമ്മുടെ KEAM 2024 എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ ഓരോ കോളേജസിലും പല കാറ്റഗറിയിൽ നമുക്ക് ഫീസ് വരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അതായത് ഓപ്ഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോളേജിന് ആ ഒരു കോഴ്സിന് എത്രയാണ് ഫീ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. സോ ഇത് ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഫീ ആണ്. ലാസ്റ്റ് നമ്മൾ ബി ഫാമിന്റെ ഫീസും പറയുന്നുണ്ടാവും. അപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് നമുക്ക് ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ, ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ എവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും അവിടുത്തെ ഫീ വരുന്നത് 8,650 ആണ്. ഓക്കെ, 8,650 ആണ് ഫീ വരുന്നത് ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. അതിൽ ഈ പറഞ്ഞ പോലെ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫീ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ്. അത് പല ഇതിലെ അണ്ടറിൽ വരുന്ന കോളേജുകളുണ്ട്. അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആണ് കേട്ടോ ഫീ. അതിൽ എല്ലാത്തിലും ഇപ്പൊ എല്ലാ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജിലും ഒരേ ഫീ ആണെന്ന് വിചാരിക്കേണ്ട, ഡിഫറെന്റ് ഫീ ആണ്. അതിൽ തന്നെ നമുക്ക് ഈ മെറിറ്റ് സീറ്റിൽ തന്നെ റെഗുലേറ്റഡ് ഫീയും വരുന്നുണ്ട്, ഫുൾ ഫീയും വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഓരോ കോളേജിലും നോക്കാം. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജിൽ മെറിറ്റ് സീറ്റ് റെഗുലേറ്റഡ് ഫീ വരുന്നത് 36,750 ആണ് വരുന്നത്. ഓക്കെ, അതിൽ മെറിറ്റ് സീറ്റ് ഫുൾ ഫീ വരുന്നത് 68,250 ആണ്. ഇനി SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണെങ്കിൽ മെറിറ്റ് സീറ്റ് റെഗുലേറ്റഡ് ഫീ 42,550 ആൻഡ് മെറിറ്റ് സീറ്റ് ഫുൾ ഫീ 79,030 ആണ് വരുന്നത്. ഫൈൻ. നെക്സ്റ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ആൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജസ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, അതുപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ അതിന്റെ അലൈഡ് കോഴ്സസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് കോഴ്സസ്. ഇതില് മെറിറ്റ് സീറ്റ് റെഗുലേറ്റഡ് ഫീ വരുന്നത് 45,000 മെറിറ്റ് സീറ്റ് ഫുൾ ഫീ വരുന്നത് 75,000 ആണ്. ഈ കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾക്കും. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അതേ കോളേജിൽ തന്നെ മറ്റ് കോഴ്സുകൾ ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അല്ലാതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഉള്ള വരുന്ന കോഴ്സുകളിൽ നമുക്ക് റെഗുലേറ്റഡ് ഫീ 40,000 ഫുൾ ഫീ 70,000 വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു കോളേജിൽ തന്നെ വിവിധ കോഴ്സുകൾക്ക് പല തരത്തിൽ ഫീ വരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി ഇപ്പോ നമ്മൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഈ പറഞ്ഞ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, ചേർത്തല, കല്ലൂപ്പാറ, കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ, കൊട്ടാരക്കര ആൻഡ് പൂഞ്ഞാർ. ഇത് IHRDയുടെ അണ്ടറിൽ വരുന്നതാണ്. അവിടെയും റെഗുലേറ്റഡ് ഫീ 40,000 ആണ് വരുന്നത്, ഫുൾ ഫീ 65,000 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന 95% ഗവൺമെന്റ് സീറ്റ് അല്ലെ 40,000 ആണ് ഫീ വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 95% ഗവൺമെന്റ് സീറ്റ് 40,000 തന്നെയാണ് വരുന്നത്. അടുത്തത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ KEAMന്റെ അണ്ടറിൽ വരുന്നതിൽ അവിടെ നമ്മൾ നോക്കുക, ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 60% മെറിറ്റ് സീറ്റ്, അതായത് മെറിറ്റ് ലോ ഫീ 40,000 വരുന്നുണ്ട്. 30% മെറിറ്റ് സീറ്റിൽ മെറിറ്റ് ഫുൾ ഫീ 65,000 വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ലോ ഫീ 40,000 ആണ്, 30% മെറിറ്റ് സീറ്റ്, മെറിറ്റ് ഫുൾ ഫീ വരുന്നത് 65,000 ആണ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റുള്ള കോഴ്സുകൾക്കാണെങ്കിൽ 90% മെറിറ്റ് സീറ്റ്, അതായത് മെറിറ്റ് ലോ ഫീ 40,000 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് മുട്ടത്തറ, പത്തനാപുരം, ആറന്മുള ആൻഡ് പുന്നപ്ര അണ്ടർ KEAMന്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ എല്ലാ കോഴ്സുകൾക്കും 90% മെറിറ്റ് സീറ്റ്, മെറിറ്റ് ലോ ഫീ 40,000 ആണ് വരുന്നത്. അപ്പോൾ ഈ ഓരോ കോളേജിലും ഈ പറഞ്ഞ കോഴ്സുകളിൽ വരുന്ന ഫീസിന്റെ ഡിഫറൻസ് കൂടെ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഈ KEAMന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ 5% മാനേജ്മെന്റ് സീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത് ഡിപെൻഡൻസിന് ഉള്ളതാണ്. കോപ്പറേറ്റീവ് എംപ്ലോയീസിന്റെ ഡിപെൻഡൻസിന് വരുന്ന അതിന് 65,000 ആണ് അതിന്റെ ഫീസ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 15,000 ആണ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. ബിടെക് ഫുഡ് ടെക്നോളജി 53,000 ആണ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ ബിടെക് ഡയറി ടെക്നോളജി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 8,400 ആനുവൽ ട്യൂഷൻ ഫീ. ബിടെക് ഫുഡ് ടെക്നോളജി ആണെങ്കിൽ 8,400 ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. നെക്സ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, അതായത് ബിടെക് ഫുഡ് ടെക്നോളജി അവിടെ കോഴ്സ് ഉണ്ട്. 66,000 ആണ് ആനുവൽ ട്യൂഷൻ ഫീ വരുന്നത്. അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ ഇടുക്കി. അവിടെ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 35,000 50% മെറിറ്റ് ലോ ഫീ വരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, അതേപോലെ തന്നെ 95% ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അടുത്തത് 45% മെറിറ്റ് ഹൈ ഫീ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിന് 65,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 35,000 ആണ് വരുന്നത്. 95% മെറിറ്റ് ലോ ഫീ സീറ്റ്. ക്ലിയർ? Okay, next നമുക്ക് private self-financing colleges under Kerala Self-Financing Engineering College Management Association. അതായത് നമ്മുടെ self-financing കോളേജുകളുടെ ഫീസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 50% ഗവൺമെന്റ് സീറ്റ് ആണ് അല്ലെ. അതിനകത്ത് നമുക്കൊരു 25% ലോവർ ഇൻകം ഗ്രൂപ്പിന് 50,000 up to 50,000 ആണ് ഫീ വരുന്നത്. ഇനി അല്ലാതെ പിന്നെ നമുക്ക് വരുന്ന ഒരു 25% അതേഴ്സിന് വരുന്നത് ട്യൂഷൻ ഫീ 50,000 പ്ലസ് ഒരു സ്പെഷ്യൽ ഫീ 25,000 കൂടെ വരും. 25% ബാക്കിയുള്ളവർക്ക് 25% ലോവർ ഇൻകം ഗ്രൂപ്പിന് 50,000 വരുന്നത്. ബാക്കിയുള്ള 25% ട്യൂഷൻ ഫീ 50,000 പ്ലസ് സ്പെഷ്യൽ ഫീ 25,000 കൂടെ വരും. ഫോർ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സിനാണെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പിന് അതായത് 25% 85,000 വരും. ബാക്കിയുള്ളവർക്ക് 25% ബാക്കിയുള്ളവർക്ക് ട്യൂഷൻ ഫീ തന്നെ 85,000 വരും പ്ലസ് ഒരു സ്പെഷ്യൽ ഫീ 50,000 കൂടെ വരും. അപ്പൊ ഇതാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലെ ഫീസ് വരുന്നത്. നെക്സ്റ്റ് കോളേജ് അണ്ടർ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ. അതായത് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ ഡിഫറെന്റ് മാനേജ്മെന്റ് അസോസിയേഷൻസിൽ ഫീസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 50% ഗവൺമെന്റ് സീറ്റിൽ നമുക്ക് 1,05,000 ആണ് വരുന്നത്. എക്സെപ്റ്റ് SC ST OEC ചിൽഡ്രൻ ഓഫ് ഫിഷർമാൻ അതിന് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കോളർഷിപ്പ് വിൽ ബി ഗിവൺ ടു എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആസ് പെർ ജിയോ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചിട്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഓട്ടോണോമസ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഓട്ടോണോമസ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ തന്നെ ഓട്ടോണോമസ് കോളേജ് ഉണ്ട്. അവിടെയും 50% ഗവൺമെന്റ് സീറ്റ് നമുക്ക് അലോട്ട്മെന്റ് വഴി വരുന്നുണ്ട്. അപ്പൊ അവിടെ ഫീസ് വരുന്നത് 1,05,000 ആണ്. ഇൻ അഡീഷൻ ടു ദിസ് again ഒരു 1 lakh as refundable interest free deposit will be paid at college except SC ST OEC children of fishermen. അപ്പോൾ ഓട്ടോണോമസ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസും കൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഒരു കംപ്ലീറ്റ് പിക്ചർ നമ്മുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്ന ഫീസ്. അപ്പൊ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. ഇനി ബിഫാമിന്റെ കേസ് നോക്കാം. ബിഫാമിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാറ്റഗറി ഒന്നും പറയാനില്ല. ഗവൺമെന്റ് ഫാർമസി കോളേജ് ആണെന്നുണ്ടെങ്കിൽ 17,370 ആണ് ഫീ വരുന്നത്. സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജസിലാണെന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഫീ 1,03,645. അതേപോലെ തന്നെ സ്പെഷ്യൽ ഫീ 39,771. ഇത്രയാണ് ഫീ വരുന്നത്. സോ എഞ്ചിനീയറിംഗിന്റെ ഫീയും ഫാർമസിയുടെ ഫീയും നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിസർവേഷന്റെ കാര്യങ്ങൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാണ് അലോട്ട്മെന്റ് ഡേറ്റ് കാര്യങ്ങളുള്ളത് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുന്നതിന് ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് നോക്കാം. ഇപ്പോഴും എനിക്ക് കമന്റ് ബോക്സിൽ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഓരോ ഡൗട്ട്സ് ആയിട്ട്. അപ്പൊ ഇനിയും ഞാൻ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.